വീട്ടിൽ തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുളപ്പിച്ച റാഗിപ്പൊടി ഉണ്ടാക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു പൊടിക്ക്. കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കിന് കൊടുക്കാനും നമുക്ക് വലിയവർക്ക് സ്മൂത്തിയൊക്കെ ആയിട്ട് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പൗഡറാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം റാഗി രാത്രിയിൽ വെള്ളത്തിൽ കുതിരാനിടണം. രാവിലെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിൽ കെട്ടിവെക്കാം. 2 ദിവസം ആകുമ്പം ഇതുപോലെ നന്നായിട്ട് മുളച്ച് കിട്ടുവേ. നമ്മൾ മുളപ്പിക്കാൻ വെക്കുമ്പം ഒരു അരിപ്പ പാത്രത്തിൽ ഇതുപോലെ വെക്കണം. അതിൽ കുറച്ച് വെള്ളം കൂടെ വെക്കണേ. 2 ദിവസമായപ്പോൾ നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വെള്ളം കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. 2 ദിവസം കൊണ്ടാണ് എനിക്കിതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടിയത്. ഇനി ഇത് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ക്യൂവിങ്സ് ന്യൂട്രി ബ്ലെൻഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ ജാറിലോട്ട് ഉണങ്ങി വെച്ചിട്ടുള്ള ആ മുളപ്പിച്ച റാഗി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വലിയ ജാർ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ എടുക്കാം. ഇത് വേണമെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ക്യൂവിങ്സ് ന്യൂട്രി ബ്ലെൻഡറിൽ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ല് ഭരണിയിലാക്കി അങ്ങ് സൂക്ഷിച്ചാൽ നമുക്കിതുപോലെ ഇടയ്ക്ക് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ എടുക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ളവർക്ക് അവർക്ക് നമ്മൾ ഇതുപോലെ കുറുക്കാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബ്ലെൻഡർ വേണ്ടവർ ആമസോണിൽ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ.